അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിതയാണ് മരണപ്പെട്ടത്. മൃതദേഹം കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കിയ നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്തയാണ് അതിജീവിതയെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത. ആ വാർത്ത വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകളോ കേരളത്തിൽ ബുദ്ധിജീവികളുടെ പ്രതികരണമോ ഒന്നും കണ്ടില്ല. മറിച്ച് ഈ വിഷയം UP-യിലോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്താണ് നടന്നിരുന്നതെങ്കിൽ ഈ കേരളത്തിൽ എന്തെല്ലാം പുക്കാറുകൾ ഇവരുണ്ടാക്കിയേനെ. നമ്മൾ കൃത്യമായിട്ടും കേരളത്തിലെ ഇന്നത്തെ സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇന്ന് മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു. കാഞ്ഞങ്ങാട് വീട്ടിൽ കിടന്ന ഒരു കുട്ടിയെ, 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി വയലിൽ കൊണ്ടുപോയി ദുർവിനിയോഗം ചെയ്ത ശേഷം വയലിൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന്. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പെൺകുട്ടികളെ രക്ഷകർത്താക്കൾ വീട്ടിനകത്ത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പാടുപെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, ബഹുമാനപ്പെട്ട നിയമ പാലകർ, നിയമ സംവിധാനങ്ങൾ ഒക്കെ ഇന്ന് നിർജീവമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏതൊരു വിഷയം വന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തെയാണ് നമ്മൾ കാണുന്നത്. മറിച്ച് ഇതിനൊരു സൈഡ് എഫക്റ്റ് മറിച്ച് നമുക്ക് ഒന്നുകൂടി ചിന്തിച്ച് നോക്കുമ്പോൾ ഇതര സംസ്ഥാനത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്? കേരളത്തിൽ മനുഷ്യജീവനൊരു വിലയുമില്ല. കേരളത്തിൽ പെൺകുഞ്ഞുങ്ങളെ ആകാത്തതുമായ പെൺകുഞ്ഞുങ്ങളെ വഴിയിൽ എവിടെയെങ്കിലും കണ്ടാൽ നമുക്ക് പിടിച്ചുകൊണ്ട് റേപ്പ് ചെയ്യാം. ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മോശം അവസ്ഥയിലോട്ട് കേരളം എത്തിയിരിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളും അന്യ നാട്ടുകാരുമൊക്കെ കേരളത്തെ വിഷ്വലി കാണുന്നത് ഇനി ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും. മനുഷ്യജീവന് യാതൊരു നിലയും വിലയുമില്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഭരണകർത്താക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ, ഈ ബുദ്ധിജീവികളെന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ, ഇവരാരും ഇതിനെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതിലാണ് ഏറ്റവും വലിയ വിഷമം.